ജൂലൈ 15 ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ. ഈ സുദിനത്തിൽ പിതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർക്കുകയും അതിന് നന്ദി അർപ്പിക്കുകയും ചെയ്യാതിരുന്നാലോ? മാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. 2011 ദുഃഖവെള്ളി ദിവസം എൻ്റെ മൂത്ത മകൾക്ക് എൻ്റെ ഉദരത്തിൽ 2 മാസം പ്രായം. ദുഃഖവെള്ളിയാഴ്ചയിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് മടങ്ങവേ നല്ല ബ്ലീഡിംഗ് ഉണ്ടായി. നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുഞ്ഞിനെ കിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പതിവ് പോലെ ഞാൻ മാർ ഇവാനിയോസ് പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ കാത്തുകൊള്ളണേ. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് മാർ ഇവാനിയോസ് പിതാവിൻ്റെ സംരക്ഷണമായിരുന്നു അന്ന് നടന്നതെന്നാണ്. ഇന്ന് പിതാവിൻ്റെ സംരക്ഷണത്തിൽ തന്നെ 7ാം ക്ലാസ്സിലായി എൻ്റെ മകൾ. അതെ, സന്തോഷവും ഭാരവും വേദനയും എല്ലാം നമുക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പട്ടത്തെ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ കബറിടം. ഈ സുദിനത്തിൽ വന്യ താതൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നാം കാണാൻ പോകുന്ന ബൈബിൾ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 7ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ജെറുബ്ബാലും ഗിദെയോനും സംഘവും എവിടെയാണ് പാളയമടിച്ചത്? ഉത്തരം: ഹാരോദ് നീരുറവയ്ക്കു സമീപം. അത് 7ാം അധ്യായം 1-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: മിദിയാന്റെ താവളം എവിടെയാണ്? ഉത്തരം: വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ. അത് 7ാം അധ്യായം 1-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: ഗിദെയോൻ ജനത്തെ ജലാശയത്തിന് സമീപം കൊണ്ടുവന്നപ്പോൾ എങ്ങനെയുള്ളവരെ മാറ്റി നിർത്താനാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ. അത് 7ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: വെള്ളം കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ എത്ര പേർ ആയിരുന്നു? ഉത്തരം: 300 പേർ. അത് 7ാം അധ്യായം 6-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: താവളത്തിനരികിലേക്ക് ചെല്ലാൻ ഭയമാണെങ്കിൽ ആരെ കൂടി കൊണ്ടുപോകാനാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? ഉത്തരം: ഭൃത്യൻ പൂരായെ. അത് 7ാം അധ്യായം 10-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: ആരുടെ കൂട്ടമാണ് താഴ്വരയിൽ വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നത്? ഉത്തരം: മിദ്യാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ, ഇവരുടെ കൂട്ടം. അത് 7ാം അധ്യായം 12-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം: സ്നേഹിതന്റെ സ്വപ്നത്തിൽ എന്താണ് ഉരുണ്ടുവന്ന് മിദ്യാൻകാരുടെ താവളത്തിലെ കൂടാരം നിലം പരിചാകിയത്? ഉത്തരം: ഒരു ബാർലിയപ്പം. അത് 7ാം അധ്യായം 13-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം: കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ എന്ന് ആർത്തു വിളിച്ചതാര്? ഉത്തരം: 300 ഇസ്രായേൽക്കാർ. അത് 7ാം അധ്യായം 20-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: മിദിയാൻ പാളയത്തിലെ പട്ടാളം എവിടേക്കാണ് ഓടിയത്? ഉത്തരം: സെരേറ ലക്ഷ്യമാക്കി ബത്ത്ശിത്ത വരെയും നബാത്തിൽ കൂടി അബൽ മെഹോലയുടെ അതിരുവരെയും ഓടി. അത് 7ാം അധ്യായം 22-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: മിദിയാനെ പിന്തുടരവേ ആരുടെയൊക്കെ തലകളാണ് ഇസ്രായേൽക്കാർ ഗിദെയോന്റെ അടുത്ത് കൊണ്ടുചെന്നത്? ഉത്തരം: മിദിയാൻ പ്രഭുക്കളായ ഓറേബിൻ്റെയും സേബിൻ്റെയും തലകൾ. അത് 7ാം അധ്യായം 25-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്